മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ഓണം വന്നേ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. പവേർഡ് ബൈ 25 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസാരിക്കുന്നു. തത്സമയം എക്സ്ചേഞ്ച് എന്ന ഒരാശയം വളരെ നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു. അതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ കേരളത്തിലേക്ക് ഓണാഘോഷം കാണാൻ വേണ്ടി മാത്രമായി സഞ്ചാരികൾ വരുന്ന സ്ഥിതിയാണുള്ളത്. UK, ഫ്രാൻസ്, സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, വിയറ്റ്നാം, തായ്വാൻ, നേപ്പാൾ, ശ്രീലങ്ക, റൊമാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ ഓണ അവധിക്കാലത്ത് ഈ ഓണാഘോഷ ഘട്ടത്തിൽ സഞ്ചരിച്ച് ഓണാഘോഷം കാണാനും ഓണത്തിന്റെ സന്ദേശം മനസ്സിലാക്കാനും പൊതുവെ തയ്യാറാകുന്നു. ഒന്ന് രണ്ട് വിദേശ സഞ്ചാരികളോട് സംസാരിച്ച സമയത്ത് അവർ വളരെ സന്തോഷത്തോടെ പങ്കുവച്ചൊരു കാര്യം, കേരളത്തിൽ എന്താണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയുമാണ് കേരളത്തിലേക്ക് കൂടുതൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് വരുന്നതിന് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന് പറയുന്ന സ്ഥിതിയുണ്ടായി. അതുതന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകത. കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ടൂറിസം ഉൽപ്പന്നം. ആ നിലയിൽ അടുത്ത ഓണാഘോഷം 2026 ഓണാഘോഷം കൂടുതൽ വിദേശ ആഭ്യന്തര സഞ്ചാരികളെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും ഓണത്തിന്റെ സന്ദേശവും കേരളത്തിന്റെ മനോഹരമായ പ്രകൃതി രമണീയമായ ഇടങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ സാധ്യമാകുന്ന നിലയിലേക്ക് നമുക്ക് ഈ കാലത്തെ മാറ്റാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ദീപാലങ്കാരം,
ട്രേഡ് ഫെയറുകൾ, ഭക്ഷ്യമേളകൾ അതെല്ലാം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വിവിധ കലാപരിപാടികൾ, സംഗീത ദൃശ്യ വിരുന്നുകൾ, അതോടൊപ്പം തന്നെ മത്സരങ്ങൾ, ഇവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വിഭവസമൃദ്ധമായ ഓണം വാരാഘോഷമാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാദേശിക തലത്തിലും ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇത്തവണ നമ്മുടെ ഓണം വാരാഘോഷത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നത് തമിഴ് നടനായ രവിമോഹനും സംവിധായകനും നടനുമായ ബേസിൽ ജോസഫുമാണ്. ഇരുവരെയും ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ശ്രദ്ധേയമായ സിനിമകൾ സംവിധാനം ചെയ്ത, അതിലേറെ സിനിമകളിലെ അഭിനയത്തിലൂടെ മലയാളികളെ ആകെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മലയാളി പ്രേക്ഷകർക്കിടയിൽ പ്രത്യേകിച്ച് യുവ തലമുറയിലെ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുള്ള നടനും സംവിധായകനുമാണ് ശ്രീ ബേസിൽ ജോസഫ്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുവെന്നത് സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട നടൻ രവിമോഹൻ ഈ ഓണാഘോഷ ഉദ്ഘാടന പരിപാടിയിലേക്ക് അതിഥിയായി എത്തിച്ചേർന്നതിന് അദ്ദേഹത്തോട് കേരള ജനതയുടെ ആകെ നന്ദി അറിയിക്കട്ടെ. രവിമോഹന്റെ ചലച്ചിത്രങ്ങളെ എക്കാലവും ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ് മലയാളികൾ. ആ നിലക്ക് രവിമോഹൻ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഒരാൾ ഈ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അതിഥിയായി എത്തിച്ചേർന്നത് കേരളീയർക്കാകെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളിലാകെ ഉണർത്തുന്നത് ഒരു ക്ഷേമസങ്കല്പമാണ്. മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് ആ സങ്കല്പത്തിൻ്റെ അന്തസത്ത. അതിൽ മനുഷ്യർ തമ്മിലുള്ള ഐക്യവും പ്രകൃതിയോടുള്ള കരുതലും അശരണരോടും ആലംബഹീനരോടുമുള്ള കരുണയും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളീയ ജനത ഉയർത്തിപ്പിടിച്ച മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും നേർക്കണ്ണാടി കൂടിയാണ് ഈ ഓണസങ്കല്പം. ഇടയ്ക്ക് ചില ഘട്ടങ്ങളിൽ നമുക്കത് കൈമോശം വന്നു. എങ്കിലും 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും മാനവികമായ ആ സമീപനത്തെ തിരിച്ചുപിടിക്കുകയുണ്ടായി. അതിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമങ്ങളുണ്ടായപ്പോഴെല്ലാം കേരളീയ ജനത तू तेज है ब्रह्मांड के मस्तिष्क का, तू शोला है आग उगल. 9 വർഷമായി സംസ്ഥാന സർക്കാർ ഉയർത്തുന്നതും
ക്ഷേമസങ്കല്പം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. शिमारू जोश देखिए आपके डीडी फ्री डिश, डीटीएच और केबल टीवी पर. മാത്രം കാര്യത്തിലല്ല സർക്കാർ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഭക്ഷ്യവിപണിയിലെ കാര്യക്ഷമമായ ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയുടെ ഓണം വിപണിയും സഹകരണ ഓണം വിപണിയും സജീവമാണ്. ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത മാത്രമല്ല സർക്കാർ ഉറപ്പുവരുത്തുന്നത് 60 ലക്ഷം ആളുകൾക്കാണ് ഈ ഓണക്കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തത്. 1800 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഇതെല്ലാം ഓണക്കാലത്തിൻ്റെ മാത്രം സവിശേഷതയല്ല. അധികാരത്തിലിരുന്ന എല്ലാ ഈ 9 വർഷക്കാലവും ഈ കരുതൽ തുറന്നു വന്നതായി കാണാൻ സാധിക്കും. ഇന്ന് കാലത്ത് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ അതീവ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. അത് നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്കാർക്ക് സംഭരിച്ച നെല്ലിൻ്റെ പണം ഒരു ഭാഗം കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു. അതിനിടയാക്കിയത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ പണം ലഭ്യമാകാത്തതായിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാർ അതിലൊരു ഭാഗം വഹിക്കാൻ സന്നദ്ധമായി. പക്ഷേ പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ പെടുത്തുന്നതിനായി ഈ ഓണനാളുകളിൽ ഭക്ഷ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥര് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യായിരുന്നു. മന്ത്രിസഭാ യോഗം നമ്മുടെ ഈ ഗൗരവമായ പ്രശ്നം ചർച്ച ചെയ്ത് അതിൻ്റെ ഭാഗമായി തന്നെ ഭക്ഷ്യമന്ത്രി ഈ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പരസ്യമായി വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും വൈകുന്നേരം ഒരു സന്തോഷ വാർത്ത ലഭിച്ചു. നൽകാനുള്ള പണത്തിൽ ഒരു ഭാഗം നൽകുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന്. അത് ഇവിടെ ഇരുന്നപ്പോഴാണ് ബഹുമാന്യായ ഭക്ഷ്യമന്ത്രി പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ സന്ദേശം കിട്ടിയത്. ഏതായാലും അതിൻ്റെ ഗുണം കേരളത്തിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ കൊടുക്കാനുള്ള പണം ഏറെക്കുറെ പൂർണ്ണമായും നൽകാൻ ഈ ഘട്ടത്തിൽ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും കാര്യത്തിൽ എത്രമാത്രം കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത് എന്നതാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. സ്വന്തമായൊരു കിടപ്പാടം നിർമ്മിക്കാൻ കഴിയാത്തത്. അതിനാണ് ലൈഫ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പണിത് അവിടങ്ങളിൽ കുടുംബങ്ങൾ താമസിക്കുകയാണ്.